മാഷെ, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അമേരിക്കയിലെ കുറച്ചധികം സൈനികർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം മോദിയെ തീർക്കുക എന്നുള്ളതാണ്. മോദിയാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അമേരിക്കൻ സൈനികനെ ധാക്കയിൽ അയാൾ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു. പിന്നീട് പാസ്റ്റർ വേഷത്തിൽ വന്ന ഒരാളെ മഹാരാഷ്ട്രയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അവരോടൊപ്പം ഏകദേശം 24 പേർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവര് ബിസിനസ് ആവശ്യങ്ങൾക്കാണ് അമേരിക്കയിൽ നിന്ന് ആ വിസയിലാണ് ഇവിടെ എത്തിയതെന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും നിലവിൽ അമേരിക്കൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന സൈനിക ഉദ്യോഗസ്ഥരാണ്. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ സൈനിക ബേസിൽ ഒരു അജ്ഞാതമായ വെളുത്ത പൊടി കാണപ്പെട്ടു എന്നുള്ളതാണ്. ഇത് തുറന്ന് പരിശോധിച്ചപ്പോൾ അവിടുത്തെ സൈനികർക്കൊക്കെ ദേഹാസ്വാസ്ഥ്യം അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അജ്ഞാതമായ വെള്ളപ്പൊടി എന്നാണ് പറയുന്നത്. ഈ പലയിടത്തും അജ്ഞാതൻ പോയി തട്ടിയിട്ട് വരുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അജ്ഞാതൻ അങ്ങനെ ഏതെങ്കിലും റൂട്ട് തിരിഞ്ഞ് അമേരിക്കയിൽ എത്തിയതാകാനുള്ള സാധ്യതയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കുറച്ചു കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് അജ്ഞാതൻ ഇന്നയാളെ ശരിപ്പെടുത്തി, അല്ലെങ്കിൽ ഇന്ന പ്രമുഖനായിട്ടുള്ള വ്യക്തി കൊല്ലപ്പെട്ടു, അജ്ഞാതനാണ് എന്ന് കരുതപ്പെടുന്നു. ഇങ്ങനെ അജ്ഞാതൻ ഹീറോ ആയി മാറിയ ഒരു കാലത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അതോടൊപ്പം തന്നെ മോദിക്കെതിരെ കൊലപാതക ശ്രമം എന്ന് പറയുന്ന ഒരു കോൺസ്പിറേഷണൽ തിയറി, ഗൂഢാലോചന സിദ്ധാന്തം, അതും കുറച്ച് നാളായിട്ട് വായുവിലുണ്ട്, വാർത്തയിലുണ്ട്, പലരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനാണ് മോദിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. മോദി മൂന്നാം ലോകത്തിൻ്റെ വളരെ ശക്തനായിട്ടുള്ള ഒരു ഭരണാധിപനായി മാറുകയും അങ്ങനെ ഈ 1-2 ലോകങ്ങളെന്ന് പഴയ കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു കരുതലിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക. ഒരു പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി സ്റ്റെബിലൈസറാണ്, സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഉപദ്രവിക്കാൻ, അതേപോലെ തന്നെ ശരിപ്പെടുത്താനും നല്ലത് ആ രാഷ്ട്രത്തലവനെ തന്നെ ഇല്ലായ്മ ചെയ്യലാണ് എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള കോൺസ്പിറേഷണൽ തിയറിക്ക് പ്രാധാന്യം വരുന്നത്. അപ്പോൾ അത് വളരെ കാര്യമായിട്ടായിരുന്നു. ഒന്ന്, ചൈനയിൽ വെച്ച് പുടിൻ എന്ന് പറയുന്ന റഷ്യൻ നേതാവിൻ്റെ ബുള്ളറ്റ് അല്ലെങ്കിൽ മിസൈൽ പോലും താർക്കാൻ പറ്റാത്തതായിട്ടുള്ള കാറിനകത്ത് മോദിയെ സുരക്ഷിതമായി കുറേ നേരം ഇരുത്തി എന്ന് പറയുന്ന വാർത്ത, അത് ഞെട്ടലോടുകൂടി തന്നെ കേട്ട ഒരു കാര്യമാണ്. അതിനുശേഷം പിന്നീട് പല ഇടങ്ങളിലും മോദിക്കെതിരായിട്ടുള്ള നീക്കങ്ങളുണ്ട് എന്ന് പറയപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അമേരിക്കയിൽ നിന്ന് ഈ പട്ടാളക്കാരെ മഹാരാഷ്ട്രയിൽ പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഒരു അമേരിക്കൻ കമാൻഡോ മരിച്ചു കിടക്കുന്ന ഒരു ഹോട്ടലിൽ പെട്ടെന്ന് തന്നെ ബോഡി അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു കാര്യവും ആർക്കും പരിശോധിക്കാനോ വിലയിരുത്താനോ കഴിയാത്ത തരത്തിലുള്ള ഒരു ദുരൂഹത അതിൻ്റെ പിന്നിൽ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഒരു അജ്ഞാത സാന്നിധ്യം എന്ന് പറയുന്നത് ശക്തമാണ്. ഈ അജ്ഞാത സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖർ സഞ്ചരിക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ലോക രാഷ്ട്ര നേതാക്കൾ ഒക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള അമേരിക്കൻ സൈനിക താവളം. ആ സൈനിക താവളത്തിൽ അജ്ഞാതമായിട്ടുള്ള ഒരു പൊടി പറന്നു നടക്കും. പാക്കറ്റുകൾ കണ്ടെത്തുന്നു, പാക്കറ്റ് പരിശോധിക്കുന്ന സമയത്ത് പരിശോധിക്കാനിരുന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു, ചിലർ കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ പലരും കരുതി ഇത് ഏതോ കൂടോത്രം ചെയ്തിരിക്കുന്നതായിട്ടുള്ള പൊടിയാണ്. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ എന്താണ് കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ചാത്തനോ മർദ്ദയോ കുട്ടിച്ചാത്തനോ ഒക്കെ കയറിയിരിക്കുന്ന എന്തോ ഒരു ദുർമന്ത്രവാദ പൊടിയാണ് എന്ന ഒരു വാർത്ത അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നോക്കൂ, പൊടികളൊക്കെ വരുന്ന സമയത്ത് എന്താണ് അതിനകത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ കെമിക്കൽ ടെസ്റ്റുകളാണ് നടത്തുന്നത്. അതല്ലാതെ മണത്ത് നോക്കുകയോ അല്ലെങ്കിൽ നക്കി നോക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. കെമിക്കൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ സൈനൈഡ് പോലെയുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ നക്കിക്കഴിഞ്ഞാൽ അവനപ്പം തന്നെ മരിച്ചു പോകും. അവന് എന്താണെന്ന് പറയാൻ പോലും നേരം കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞർ വളരെ വ്യക്തമായിട്ട് കെമിക്കൽസ് ഒരിക്കലും നമ്മൾ മണത്ത് നോക്കുകയോ അതുപോലെ തന്നെ കൈകൊണ്ട് പോലും പിടിച്ചു നോക്കാനായിട്ട് പാടില്ല, നക്കി നോക്കാനായിട്ട് പാടില്ല. അതിന് കെമിക്കൽ ടെസ്റ്റുകളാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇവിടെ ഈ സൈനിക ഉദ്യോഗസ്ഥന്മാർ
പെട്ടെന്നുണ്ടായ വെപ്രാളത്തിൽ അത്തരത്തിലുള്ള ശാസ്ത്രീയ കൺസെപ്റ്റുകളൊക്കെ മറന്ന് അത് പരിശോധിക്കാൻ നടക്കുകയും അങ്ങനെ അവർ അസ്വസ്ഥത ഉള്ളവരായി മാറിത്തീരുകയും ചിലർ കുഴഞ്ഞു വീഴുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ കോൺസ്പിറേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഇതും ഏതെങ്കിലും അജ്ഞാതമായിട്ടുള്ള ശത്രുവിൻ്റെ ഒരു സാന്നിധ്യം പൊടി രൂപത്തിൽ വന്നിരിക്കുന്നു എന്നാണ്. പക്ഷെ പൊതുവെ നമുക്ക് അറിയാം ഈ അജ്ഞാതന്മാർ എത്തുന്നത് എപ്പോഴും കൂടുതൽ പോയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ നീങ്ങുന്ന പല ഭീകരവാദികളും അജ്ഞാതന്റെ വെടികളാൽ മരണപ്പെടുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ വെച്ചും നേപ്പാളിന്റെ ബോർഡറിൽ വെച്ചും ഒക്കെ നമ്മൾ പലരുടെയും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ പിന്നെ മോദിക്കെതിരെ ഏറ്റവും കൂടുതൽ പിന്നെ ഈ ഇത്തരത്തിലുള്ള ടാർഗറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളും നടക്കുന്നത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഒരു നീക്കത്തിലാണ് എന്നുള്ളത് നേരത്തെ തന്നെ ജോർജ് സോറസും മകൻ അലക്സാണ്ടർ സോറസും ഒക്കെ ഇതിൽ വലിയ പിന്നെ ബംഗ്ലാദേശിൽ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇവരെല്ലാവരും കൂടെ ചേർന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ മോദിയാണ് ഇവരുടെയൊക്കെ ബംഗ്ലാദേശിന്റെ പാകിസ്ഥാനിൽ ഇപ്പൊ അമേരിക്കയുടെ ആണെങ്കിലും ടാർഗറ്റ് മോദി എന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഇനി അജ്ഞാതമായ പൊടി ആദ്യം എത്തി പിന്നീട് അത്തരത്തിൽ ഇത് നീങ്ങേണ്ട സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇത് എന്തായാലും വെറുതെ ഒരു പൊടി അവിടെ വരില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ സുരക്ഷിതമായ ഒരുക്കിയിട്ടുള്ള ഒരു താവളമാണ് ആ സൈനിക താവളം, US പ്രസിഡന്റ് അടക്കം പോകുന്ന സൈനിക താവളം. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പൊടി വരണമെങ്കിൽ അത് കരുതിക്കൂട്ടി ആരെങ്കിലും ചെയ്തതായി. കാരണം ഞങ്ങളുടെ നേതാവിനെ തൊട്ടാൽ അങ്ങ് അമേരിക്കയിൽ വന്നും നിങ്ങളുടെ നേതാവിനെ തീർക്കാൻ ഞങ്ങൾക്കും അറിയാം എന്നുള്ള ഒരു എന്താ പറയുക അത്തരത്തിലൊരു നിലപാട് അറിയിക്കുന്നതാണോ? അത് കോൺസ്പിറേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഗൂഢാലോചന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനിലെ ഭീകരനെ ഇല്ലായ്മ ചെയ്യുന്നത് ഒരു അജ്ഞാതനാണെന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യയുടെ കറുത്ത കൈകൾ കാണുന്ന പലരും ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അജിത് ഡോവൽ എന്ന് പറയുന്ന നമ്മളുടെ നയതന്ത്ര വിദഗ്ധനേക്കാൾ നല്ലത് ഓപ്പറേഷണൽ ഡിക്റ്റേറ്റർ എന്ന് വേണേൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരിക്കണം ഇവരെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് എന്ന് ഒരു വിശ്വാസം ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിന് ഇടയ്ക്കിങ്ങനെ പറന്ന് നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോദിക്കെതിരെ ഉള്ള നീക്കം പലയിടങ്ങളിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ റോ അടക്കമുള്ളതായ രഹസ്യ അന്വേഷണ സംഘങ്ങൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രക്രിയകൾ ചിലപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആരംഭിച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങളിൽ ഒരു കണ്ണിയാണ് അജ്ഞാതൻ. അങ്ങനെ അജ്ഞാതൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞാതൻ എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യ സംവിധാനമാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് അങ്ങനത്തെ ഒരു പേര് അതിന് വരുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അമേരിക്കക്കെതിരെയും നടത്താം. കാരണം അവർക്ക് അറിയാൻ പറ്റുമല്ലോ. കാരണം ഇത് രണ്ട് രഹസ്യ സംഘടനകളാണ് പരസ്പരം എന്ത് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. മോദിക്കെതിരെ നിങ്ങൾ നീങ്ങുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ അജ്ഞാതമായ ഒരു പൊടി ഇവിടെ എത്തിച്ചത് എന്ന ഒരു സന്ദേശമായിരിക്കണം മിക്കവാറും അതിലൂടെ വെളിവാക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നയതന്ത്ര ഇടപാടുകളാണ്. നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല എല്ലാം നേരെ വാ നേരെ പോ എന്ന നിലക്ക് നടക്കാത്ത കാലമാണത്. ഒന്നും നേരെ വാ നേരെ പോ എന്ന നിലക്ക് നടക്കുന്നില്ല. എല്ലാം വളഞ്ഞ വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ മറവിൽ തെരുവിൽ പ്രത്യക്ഷപ്പെട്ട ഈ അജ്ഞാതൻ പൊടി രൂപത്തിൽ ഇപ്പോൾ അമേരിക്കയോട് പറയുകയാണ് ചെയ്യുന്നത്, വേണ്ട, നിങ്ങൾ അനാവശ്യമായിട്ട് ഇന്ത്യക്കോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ എതിരെ നീക്കങ്ങൾ നടത്താനായിട്ട് പാടില്ല. അങ്ങനെ നടത്തിയാൽ ഞങ്ങളും നിങ്ങൾക്കെതിരെ നീക്കം നടത്തും എന്ന സന്ദേശം അതിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഇതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. ഈ അനുമാനങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ നേരിട്ടുള്ള പ്രവർത്തനത്തിന് പകരമായിട്ട് നിഴലായി വന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള അനുമാനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടായിത്തീരുക. ഇപ്പോൾ നോർമലായിട്ട് ഇന്ത്യയിലെ ഒരു പൗരൻ ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആരെങ്കിലും വകവരുത്തും എന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ നോർമലായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരു അബ്നോർമൽ ചക്രവാളത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്താണ് ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതും അതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള അനുമാനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള മെസ്സേജ് ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്കെതിരെ അജ്ഞാതമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് എതിരെ അജ്ഞാതമായ നീക്കം നടത്താനായിട്ട് കഴിയും. അതിൻ്റെ ഒരു മെസ്സേജ്
യഥാർത്ഥത്തിൽ ഇതിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം.